എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ പട്ടണത്തിൻ്റെ അധിപൻ, നഗരസഭ, നമ്മുടെ കോർപ്പറേഷൻ്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് എം അനിൽകുമാർ, ഈ അനുഗ്രഹീത കൂടിവരവിൻ്റെ സംഘാടകനും അതിൻ്റെ കൺവീനറുമായി പ്രവർത്തിക്കുന്ന നമ്മുടെ നഗരസഭ, നമ്മുടെ സാമാജികൻ, നമ്മുടെ MLA ശ്രീ TJ വിനോദ്, ഈ അനുഗ്രഹീത സംഗമം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ മന്ത്രി ശ്രീ P. രാജീവ്, ഹിസ് ഗ്രേസ് കാർഡിനൽ മോർ ജോർജ് ആലഞ്ചേരി, ശ്രീ ഹൈബി ഈഡൻ MP, പ്രൊഫസർ MK സാനു മാസ്റ്റർ, റവറൻഡ് ഡോക്ടർ ആൻ്റണി വാലുംകൽ, ഓക്സിലറി ബിഷപ്പ് വരാപ്പുഴ, സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, ജനറൽ സെക്രട്ടറി ശാന്തിഗിരി ആശ്രമം, ജനാബ് മുഹമ്മദ് അഷ്റഫ് ബാഡ്രി വജ്ദല, ചീഫ് ഇമാം ഓഫ് സെൻട്രൽ ജുമാ മസ്ജിദ്, ശ്രീ P. രാമചന്ദ്രൻ, എല്ലാവരും വേണു എന്ന് വിളിക്കും, NSS കരയോഗം സെക്രട്ടറി, ശ്രീമതി KA ആൻസി, ഓണറബിൾ ഡെപ്യൂട്ടി മേയർ, കൊച്ചിൻ കോർപ്പറേഷൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായ ബഹുമാനപ്പെട്ട വന്യ കോർപ്പിസ്കോപാച്ചന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, നഗരസഭയെ പ്രതിനിധാനം ചെയ്യുന്ന മെമ്പേഴ്സ്, രാഷ്ട്രീയ, സാമൂഹ്യ, മത മേഖലകളിലെ പ്രതിനിധികൾ, വ്യത്യസ്ത മതങ്ങളിൽ നിന്നും വിവിധ സഭകളിൽ നിന്നുമൊക്കെ ഈ സംഗമത്തിൽ പങ്കാളികളാകുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ആരാധ്യരെ, സ്നേഹമുള്ളവരെ, നമ്മുടെ സഭയിലെ വർക്കിംഗ് കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, ഇവിടെ വന്നുകൂടിയിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ളവരെ, വളരെ ഹൃദയത്തിൽ സ്പർശിച്ച ഒരു സ്വീകരണം. കൊച്ചി നഗരത്തിൻ്റെ പരിച്ഛേദമായി ഈ കൂടിവരവ് മാറ്റപ്പെട്ടു എന്ന് തന്നെ നമ്മൾ പറയേണ്ടതായിട്ട് വരും. എത്രമാത്രം പ്രകീർത്തിച്ചാലും അഭിനന്ദിച്ചാലും മതിവരില്ല. ഈ ആദരവും സ്നേഹവും ലഭിക്കുന്തോറും ഞാൻ കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്നുമുള്ള സ്നേഹം, എനിക്കുള്ള നിങ്ങളോടുള്ള എല്ലാവരോടുള്ള കടപ്പാട് ഈ സമയത്ത് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഒത്തിരി വലിയ പ്രതിസന്ധിയുടെ നടുവിലൂടെയാണ് ഞങ്ങളുടെ പരിശുദ്ധ സഭ മുന്നോട്ട് പോകുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മാന്യനായ യുവാവ്, യൂത്ത് അസോസിയേഷൻ്റെ ഭാരവാഹിയും ലോക്കൽ പഞ്ചായത്തിൻ്റെ മെമ്പറുമൊക്കെയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ത്യ സമുദ്രമാണ് ലോകത്തിലെ സമുദ്രത്തിൽ ഏറ്റവും കലുഷിതമായ അന്തരീക്ഷമുള്ള സമുദ്രമെന്ന്. ഇന്ത്യ സമുദ്രത്തിലൂടെ ദീർഘദൂരം കപ്പലോടിക്കുന്ന കപ്പിത്താന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേക റിക്രൂട്ട്മെൻറ്റാണ്. ഏറ്റവും സമർത്ഥരായ കപ്പിത്താന്മാരായിരിക്കണം ഇന്ത്യ സമുദ്രത്തിലെ ദുർഘടമായ കപ്പൽ പാതയിലൂടെ കപ്പലോടിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. അദ്ദേഹം പറഞ്ഞു വന്നിട്ട് എന്നെ അതിൽ കോർത്തിണക്കി. മറ്റൊന്നുമല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇവിടെ ബഹുമാന്യനായ മന്ത്രി ശ്രീ രാജീവ് പറഞ്ഞതുപോലെ അത്രമാത്രം കലുഷിതമായ ഒരു അന്തരീക്ഷമാണ് മുന്നിലുള്ളത്. എന്നാൽ അവിടെ ദൈവം കൂടെയുണ്ടെങ്കിൽ അസാധ്യമായിട്ടുള്ളത് മറ്റൊന്നുമില്ല എന്നുള്ളതായ ബോധ്യത്തിലും, ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഞാൻ നടക്കേണ്ടുന്ന വഴി ക്രൂശിൻ്റെ വഴിയാണെന്നുള്ളതായ ബോധ്യപ്പെടലിലും അവിടെ എന്തെല്ലാം
കഷ്ടങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നാലും അവിടെയെല്ലാം എൻ്റെ കർത്താവ് ഒരു വിമോചനത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ, ഉത്ഥാനത്തിൻ്റെ, സമാധാനത്തിൻ്റെ സന്ദേശം നൽകിയിട്ടുള്ളത് ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നിടത്തോളം കാലം ക്രിസ്തുമാർഗത്തിലൂടെ തന്നെ മുന്നേറുവാനുള്ള പ്രതിജ്ഞയോടുകൂടിയാണ് ഈ പരിശുദ്ധ സഭയുടെ അജപാലന ദൗത്യ നിർവഹണം ഒരു ശുശ്രൂഷയായി ഏറ്റെടുത്ത് ഞാൻ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെ ബലത്തിൽ, നിങ്ങളുടെ എല്ലാം കരുതലിൻ്റെ, നിങ്ങളുടെ എല്ലാം സ്നേഹത്തോടു കൂടിയ ഊഷ്മളമായ അംഗീകാരത്തിൻ്റെ തണലിൽ മുന്നോട്ട് പോകുവാൻ ആയിട്ട് പരിശ്രമിക്കുന്നത്. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഓരോരോ പ്രസംഗങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. എത്രമാത്രം ഞാൻ ആ പ്രശംസകൾക്കൊക്കെ അർഹനാണ് എന്നുള്ളതിന് എനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. എന്നിരുന്നാലും അങ്ങനെയുള്ള വാക്കുകൾ എന്നെ കൂടുതൽ ബലപ്പെടുത്തുവാനും എന്നെ കൂടുതൽ നന്മയിലേക്കും ദൈവാത്മാവിലേക്കും കൂടുതൽ നടന്നടുക്കുവാനും പ്രേരിപ്പിക്കുന്ന വാക്കുകളും പ്രശംസകളുമാകട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. സ്വാമി ഗുരുരത്നം ഞാൻ ഒത്തിരി ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരു സ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയ മെസ്സേജസ് ചിലപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ തിരക്കിനിടയിൽ, യാത്രയ്ക്കിടയിലൊക്കെ ഞാൻ ഫേസ്ബുക്ക് നോക്കുമ്പോൾ കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ സാഗൂതം ഞാൻ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്. അത്രമേൽ ആരാധനയാണ് എനിക്ക് സ്വാമി ഗുരുരത്നത്തോട്. എന്നെ അദ്ദേഹം ജോർജ് സെബാസ്റ്റ്യനുമായി അരമനയിൽ വന്ന് കണ്ടു, തിരുവനന്തപുരത്തും യാത്ര ചെയ്ത്. ഇത് രണ്ടാമത്തെ യാത്രയാണ് സ്വാമി ഗുരുരത്നത്തിൻ്റെ. അത്രയ്ക്കൊന്നും ഞാൻ വലിയവനല്ല. അദ്ദേഹം ഇത്രയും ദൂരം യാത്ര ചെയ്ത് എന്നെ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുവാൻ ഇവിടേക്ക് ഓടിയെത്തുമ്പോൾ ഞാൻ കൂടുതൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വിനീതനാവുകയാണ്. ഇവിടെ ഇമാം പറഞ്ഞ വാക്കുകളും വളരെ ഹൃദയത്തിൽ തട്ടുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൗഢഗംഭീരമായ പ്രസംഗം നമുക്കെല്ലാവർക്കും ഒത്തിരി ഊർജം പകർന്നു തരുന്നു. ഇവിടെ പ്രസംഗിച്ച പ്രിയപ്പെട്ട രാമചന്ദ്രൻ മാസ്റ്ററും പറഞ്ഞതിൻ്റെ പൊരുൾ മറ്റൊന്നുമായിരുന്നില്ല. മതം ഏതായാലും മനുഷ്യൻ നന്നാവണം എന്നുള്ളതിലേക്ക് തന്നെയാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത്. മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, മതവിശ്വാസിയായതുകൊണ്ട് ആ മനുഷ്യൻ നന്നാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് നല്ല മനുഷ്യനാണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. എന്നാൽ ഒരു ക്രിസ്ത്യാനി നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് അവൻ്റെ ക്രിസ്തീയത്വത്തിൻ്റെ ദൗത്യമെന്ന് പറയുന്നത്. ഒരു ക്രിസ്ത്യാനിക്ക് നല്ല മനുഷ്യനാകുവാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ ക്രിസ്ത്യാനി എന്നുള്ള നാമം ചേർത്ത് വയ്ക്കുന്നത് ഒരിക്കലും ആ മനുഷ്യന് ഭൂഷണമായിരിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു നല്ല ക്രിസ്ത്യാനിക്ക് നല്ല മനുഷ്യനാകുവാൻ സാധിക്കണം. അത് തന്നെയാണ് ഞാൻ എല്ലാ മതങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നതും. മറ്റു മതങ്ങളോടുള്ള ആദരവ് എത്രമാത്രം നമുക്ക് അതിൻ്റെ പൂർണ്ണതയിൽ സൂക്ഷിക്കുവാൻ സാധിക്കുമോ അത്രമാത്രം ഞാനായിരിക്കുന്ന എൻ്റെ മതത്തോടും എൻ്റെ മതസംഹിതകളോടും വിശ്വാസത്തോടും മറ്റുള്ളവർക്കും ആദരവുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മഹാരാജാസ് കോളേജ് എന്നെ രൂപപ്പെടുത്തിയതിൽ എൻ്റെ ചിന്തകളെ, മതബഹുലതയുള്ള നമ്മുടെ നാട്ടിൽ മതേതരത്വ മൂല്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ജീവിതത്തിന് കൂടുതൽ ആഴങ്ങൾ സൃഷ്ടിക്കുവാൻ, ചിന്തകൾക്ക് കൂടുതൽ ആഴങ്ങൾ സൃഷ്ടിക്കുവാൻ അവിടുത്തെ കലാലയവും അവിടുത്തെ അധ്യാപകരും എൻ്റെ സുഹൃത്ത് വലയവും എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ശബരിമലയിൽ നിന്നും കൊണ്ടുവരുന്ന, എൻ്റെ സുഹൃത്തുക്കൾ കൊണ്ടുവരുന്ന നിവേദ്യം, കണ്ണമാലി പള്ളിയിൽ നിന്നും കൊണ്ടുവരുന്ന നേർച്ച, അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പെരുന്നാളുകൾക്ക് കൊണ്ടുവരുന്ന പലഹാരങ്ങൾ, ഇതെല്ലാം രുചിയോടും സ്വാദോടും ബഹുമാനത്തോടും കൂടി ഭക്ഷിച്ചിട്ടുള്ളവനാണ്, ആസ്വദിച്ചിട്ടുള്ളവനാണ് ഞാൻ. അങ്ങനെയുള്ള എൻ്റെ സുഹൃത്ത് വലയത്തിൽ എനിക്ക് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഉള്ള വേർതിരിവുണ്ടായിരുന്നില്ല. അതെൻ്റെ ചെറുപ്പം മുതൽക്ക്, എൻ്റെ സഹോദരനോട് ഇരിപ്പുണ്ട്, ഞങ്ങളുടെ ചെറുപ്പം മുതൽക്ക് ഞങ്ങളുടെ ചുറ്റുപാടുകളെല്ലാം ഏറ്റവും കൂടുതൽ താമസിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും സാധാരണക്കാരായ ഹൈന്ദവ സഹോദരങ്ങളാണ്. അതും ഹൈന്ദവ സഹോദരങ്ങളിൽ തന്നെ തീരെ താഴേക്കിടയിൽ കിടക്കുന്ന ആളുകളാണ്. അവരുടെ കൂടെയെല്ലാം പഠിച്ചും കളിച്ചും അവരുടെ കൂടെയെല്ലാം
ഭക്ഷണം കഴിച്ചും ഒക്കെ വളർന്നു വന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അങ്ങനെ ചെറുപ്പം മുതൽക്ക് എല്ലാവരോടുമുള്ള സ്നേഹം മാത്രമല്ല, വീട്ടിൽ ജോലിക്ക് വരുന്ന ജോലിക്കാരോടും അവരുടെ വീട്ടിൽ പോയി അവർ ഉണ്ടാക്കുന്ന ഭക്ഷണം അവരുടെ അടുക്കളയിൽ പോയി അവരുടെ ഒരു മകനെ പോലെ അവരിൽ നിന്നും വാങ്ങിച്ച് കഴിക്കുന്ന അതിൽ ഒത്തിരി സന്തോഷം കണ്ടെന്ന ഒരു യൗവനവും ഒക്കെ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. മഹാരാജാസ് കോളേജിൽ ഇവിടെ എൻ്റെ ഭാഷാശുദ്ധിയെക്കുറിച്ചൊക്കെ എനിക്കതിൽ വലിയ ഉറപ്പൊന്നുമില്ല, എൻ്റെ ഭാഷാശുദ്ധിയെക്കുറിച്ചൊക്കെ. കാരണം ഞാൻ അത്രമാത്രം സമർത്ഥനോ അല്ലെങ്കിൽ നല്ല ഭാഷയിൽ നല്ല സംസ്കൃതത്തിൽ അല്ലെങ്കിൽ നല്ല സാഹിത്യത്തിൽ പ്രസംഗിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ചിലരൊക്കെ തമാശലായിട്ടാണെങ്കിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഒരു പക്ഷേങ്കിൽ ഞാനങ്ങനെ ഒരു വലിയ വായനക്കാരനൊന്നുമല്ല. എൻ്റെ അടുത്ത് നിൽക്കുന്നവർക്കറിയാം, ഒത്തിരി പുസ്തകങ്ങളുടെ സമാഹാരമുണ്ടെങ്കിലും അതിലൊന്നും പരതി കണ്ണോടിക്കുവാൻ പലപ്പോഴും സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ അതിനുള്ളതായ ഉത്സാഹത്തിൻ്റെ കുറവുണ്ടെന്ന് ഞാൻ എന്നോട് തന്നെ പലപ്പോഴും പറയാറുണ്ട്. അതൊരു നല്ല ശീലമല്ല എന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ നല്ല വായനയിലൂടെ മാത്രമേ നല്ല ഭാഷയിൽ നല്ല ആശയങ്ങൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നാൽ എൻ്റെ മലയാളത്തോടുള്ള പ്രണയം, അതിലെന്നെ സ്വാധീനിച്ച 2 വ്യക്തികളുണ്ട്. അതിൽ ഒന്ന് സാനുമാഷാണ്, അതുപോലെ തന്നെ പ്രൊഫസർ എം ലീലാവതി. ഇവർ 2 പേരും 78, 80, 83 കാലഘട്ടങ്ങളിൽ മഹാരാജാസിലെ എൻ്റെ പഠനകാലം എനിക്ക് ഒത്തിരി മലയാള ഭാഷയോടുള്ള ആ ഇഷ്ടം തോന്നിച്ചതായ കാലങ്ങളാണ്. കോളേജിലെ ജീവിതമൊക്കെ ഞാൻ ഓർത്തെടുക്കുന്നു. അവിടെ എൻ്റെ പലപ്പോഴും സബ്ജക്റ്റ് ക്ലാസ്സിൽ കയറാതെ ഞാൻ പലപ്പോഴും കോമൺ ആയിട്ടാണ് ലാംഗ്വേജ് ക്ലാസ്സുകൾ അവിടെ നടത്തുക. അപ്പോൾ പല സബ്ജക്റ്റ് പഠിക്കുന്നവരെല്ലാം ലാംഗ്വേജിന് വേണ്ടി ഒരു വലിയ ക്ലാസ് റൂമിൽ, വലിയൊരു ഹാളിൽ ഒന്നിച്ചു ചേരും. അവിടെ എൻ്റെ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഞാൻ പലപ്പോഴും ലീലാവതി ടീച്ചറുടെയും ഷാനു മാസ്റ്ററുടെയും ഒക്കെ മലയാളം ക്ലാസ്സുകളിൽ വളരെ ആകാംക്ഷയോടുകൂടി പോയി അവരെ കേൾക്കുന്നത് ഞാനിപ്പോഴും ഓർക്കും. ഒരു പക്ഷേങ്കിൽ അവർ അന്ന് പറഞ്ഞതൊക്കെ കേട്ട് അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ എൻ്റെ മനസ്സിൽ കോറിയിട്ടതോ എൻ്റെ ചിന്തകളിൽ രൂപപ്പെട്ടതോ ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ വാക്കുകൾ ഞാൻ അറിയാതെ എന്നിലൂടെ വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ മഹത്വമാണ്. ആ ഗുരുക്കന്മാരെ ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് നമിക്കുന്നു. അതോടൊപ്പം തന്നെ മലയാള പണ്ഡിതനായിരുന്നു എൻ്റെ പിതാവിനടുത്ത എന്നെ സ്നേഹിച്ച, എന്നെ ഈ വഴിക്ക് തിരിച്ചുവിട്ട പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനി, ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. അദ്ദേഹം ഒരു മലയാള പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിരന്തരമുള്ള ഭാഷാശൈലിയും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളുമൊക്കെ ഒരു പക്ഷേങ്കിൽ എന്നിലെ ഭാഷയെ സ്വാധീനിച്ചിട്ടുണ്ടാകും. പക്ഷേങ്കിൽ അവരോട് അത്രമൊന്നും വളരാനോ അതുപോലെ ഭാഷയിൽ കൂടുതൽ വൈഭവം നേടാനോ ഒന്നും എനിക്ക് സാധിച്ചിട്ടില്ല. ചില ഓർമ്മകൾ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കർദിനാൾ പിതാവിൻ്റെ സാന്നിധ്യവും അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിൽ ഇന്ന് സന്നിഹിതരായ എല്ലാവരുടെയും സാന്നിധ്യവും പ്രബോധനങ്ങളും നമ്മെ കൂടുതൽ ധന്യരാക്കിയിട്ടുണ്ട്. ഇനിയും വലിയ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന് ലോകത്തെക്കുറിച്ചുള്ള ദർശനം, മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ആഗ്രഹം ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. I came so that they may have life and have it abundantly with its fullness. ജീവിതം അതിൻ്റെ എല്ലാ നിറവിലും അതിൻ്റെ പൂർണ്ണതയിലും നൽകാനാണ് ദൈവം ക്രിസ്തു മനുഷ്യനായി അവതരിക്കുന്നത്. വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ മാൻസ് സെർച്ച് ഫോർ മീനിങ് എന്ന ഒരു പുസ്തകമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ ലോഗോ തെറാപ്പി എന്ന ഒരു തെറാപ്പിയെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട്. ഈ വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന മനുഷ്യൻ, അദ്ദേഹം 2-ാം ലോകമഹായുദ്ധകാലത്ത് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അതിനെ അതിജീവിച്ച് അതിജീവനത്തിൻ്റെ നേർക്കാഴ്ചയായി പാഠങ്ങളായി അദ്ദേഹം അനുഭവിച്ച അനുഭവ പാഠങ്ങളും അവിടെ നിന്നും അദ്ദേഹം ഉൾക്കൊണ്ടതായ ചിന്തകളും അതിൽ നിന്നും ഉൾക്കൊണ്ടതായ ആശയങ്ങളുമാണ് ഈ പുസ്തകത്തിൽ ഈ വിക്ടർ പങ്കുവയ്ക്കുന്നത്. ലോഗോ തെറാപ്പിയിലൂടെ ജീവിത പ്രതിസന്ധികളിൽ ഉഴലുന്നവർക്ക് പ്രത്യാശയുടെ
വഴിത്താര തുറന്നു കൊടുക്കുന്ന ജീവിതഗന്ധിയായ ചിത്രങ്ങളാണ് ആ പുസ്തകത്തിൽ എൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. എനിക്ക് ആനന്ദം കൂടാതെ ജീവിക്കാനാകും. അദ്ദേഹം എഴുതുകയാണ്, എനിക്ക് ആനന്ദം കൂടാതെ ജീവിക്കാനാകും. അദ്ദേഹം വീണ്ടും എഴുതുന്നു, എനിക്ക് അധികാരം കൂടാതെയും ജീവിക്കാനാകും. എന്നാൽ അർത്ഥം കൂടാതെ എനിക്ക് ജീവിക്കാനാകില്ല. ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമാണ്. ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക എന്നുള്ളത് ഇന്നത്തെ സാമൂഹ്യ ലോക ജീവിത ക്രമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നതായ മാറ്റങ്ങളെക്കുറിച്ച് എല്ലാവരും ഇവിടെ ഒറ്റ വാക്കിലെങ്കിലും പറഞ്ഞു പോവുകയുണ്ടായി. അതേക്കുറിച്ചൊന്നും കൂടുതൽ വിവരിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഇരുണ്ട യുഗം, ഇരുട്ടനെ സ്നേഹിക്കുന്ന ഒരു സമൂഹം, മ്ലേച്ഛതയെയും തിന്മയെയും മഹത്വവൽക്കരിക്കുന്ന ഒരു ക്രൗഡ് ഇന്ന് വളർന്നു വരുന്നുണ്ട്. അത് ഒരു അപകട സൂചനയാണ്. അവിടെയാണ് മതങ്ങൾ, വിശ്വാസികൾ, നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നവർ, തിന്മയ്ക്കെതിരെ പോരാടുന്നവർ ഒന്നിച്ചു നിൽക്കേണ്ടുന്നതായ സാഹചര്യം ഉരുത്തിരിയുന്നത്. ഇന്ന് ടെക്നോളജിയുടെയും കമോഡിഫിക്കേഷൻ്റെയും കൺസ്യൂമറിസത്തിൻ്റെയും ഒരു കാലഘട്ടമാണ്. ഹൃദയമില്ലാത്ത ലാഭത്തിൻ്റെ കൊതിയിലൂടെയും രാസലഹരിയിലൂടെയും അതിൻ്റെ അടിമത്തത്തിലൂടെയും ജീവിതത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുന്ന അനേകരാണ് ഇന്ന് നമുക്ക് മധ്യയുള്ളത്. അതിൽ കുട്ടികളെന്നോ യുവാക്കളെന്നോ യുവതികളെന്നോ പ്രായമുള്ളവരെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. നന്മയുള്ള മനുഷ്യരുടെ കൂട്ടായ്മ കാലത്തിൻ്റെ ഒരാവശ്യമാകുമ്പോൾ അവിടെയാണ് നമുക്ക് നമ്മുടെ ദൗത്യ നിർവഹണത്തിൽ മത വിഭാഗീയത ഭേദങ്ങളില്ലാതെ, രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തിന്മയ്ക്കെതിരെയുള്ളതായ പോരാട്ടത്തിൽ വിജയം വരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത്. ടാഗോറിൻ്റെ ഒരു കവിതയിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്, അസ്തമയ സൂര്യൻ പകൽ മുഴുവനും വെളിച്ചം കൊടുത്തിട്ട് അന്ധകാരത്തിലേക്ക് മറയുമ്പോൾ അവിടെ അസ്തമയ സൂര്യൻ വിളിച്ചു പറയുകയാണ്, എനിക്ക് പകരമായി ഒരിറ്റ് വെളിച്ചം കൊടുക്കുവാൻ ഭൂമിയിൽ ആർക്കെങ്കിലും അതിന് സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്, സൂര്യൻ ചോദിക്കുന്നത്. ആ കവിതയിലൂടെ ടാഗോർ പറയുന്നു. അപ്പോൾ അരണ്ട വെളിച്ചമുള്ള ഒരു മണ്ണെണ്ണ വിളക്ക് പറഞ്ഞു, ഞാൻ വെളിച്ചം പകരാമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ നമ്മൾ കാണുന്ന ഈ സമൂഹത്തിൽ, നമ്മൾ അനുഭവിച്ചറിയുന്ന സമൂഹത്തിൻ്റെ തിന്മകൾക്ക് മധ്യേ, അതിന് മധ്യേ നമ്മളൊരു പക്ഷേങ്കിൽ വളരെ ചെറുതായിരിക്കാം, ഒരു പക്ഷേങ്കിൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ലെന്നായിരിക്കാം. പക്ഷേങ്കിൽ ഒരിറ്റു വെളിച്ചം പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, നമുക്ക് ഓരോരുത്തർക്കും ഒന്നിച്ചു നീങ്ങി അങ്ങനെ ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ നിശ്ചയമായും നമുക്ക് ഈ അന്ധകാരത്തിൽ അല്പമെങ്കിലും പ്രകാശം പരത്തുവാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്നേഹവും സന്തോഷവും സാഹോദര്യവും സഹവർത്തിത്വവും പരസ്പരമുള്ള ബഹുമാനവും പങ്കുവയ്ക്കലും മുഖമുദ്രയാക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മതങ്ങൾ മനുഷ്യരെ വേർതിരിപ്പിക്കുന്ന, അകലങ്ങൾ സൃഷ്ടിക്കുന്ന, മതിലുകൾ പണിയുന്ന സംഹിതകളാകാൻ പാടില്ല. രാഷ്ട്രീയവും അങ്ങനെ തന്നെ ആയിരിക്കണം. മതവൈരത്തിൻ്റെയും വൈരുദ്ധ്യത്തിൻ്റെയും വ്യത്യസ്തമായ സമീപനങ്ങളുടെയും പേരിൽ മനുഷ്യൻ്റെ ഇടയിൽ മതിലുകൾ പണിയുന്ന അനുഭവത്തിൽ നിന്നും എല്ലാവരും മാറി നിൽക്കേണ്ടതുണ്ട്. മനുഷ്യരെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടുന്നതും മനുഷ്യരെല്ലാവരും ഒരുമയോടുകൂടി നന്മയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് തിന്മയ്ക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയുള്ളതായ സമഗ്രമായ ആലോചനയോടും ചിന്തയോടും കൂടി മുന്നേറുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുക. അങ്ങനെ നോക്കുമ്പോൾ നിശ്ചയമായിട്ട് ഇതുപോലുള്ള കൂടിവരവുകൾ, വ്യത്യസ്തമായ ചിന്തയിലുള്ള, വ്യത്യസ്തമായ മതങ്ങളിലുള്ളവർ, മതമില്ലാത്തവർ, രാഷ്ട്രീയമായും അല്ലാത്ത നിലകളിലുമൊക്കെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർ, സാഹിത്യകാരന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, അവർക്കെല്ലാം ഇന്നിൻ്റെ വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന് അത്ഭുതകരമായ പല മാറ്റങ്ങൾക്കും അവർക്ക് ചൈതന്യവത്തായ നേതൃത്വം കൊടുക്കുവാൻ സാധിക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വ്യത്യസ്തതകളിലെ ഐക്യമാണ് ഈ സദസ്സിനെ വ്യത്യസ്തമാക്കുന്നത്. അങ്ങനെയുള്ളതായ വേദികൾ, അങ്ങനെയുള്ളതായ സംവാദങ്ങൾ ഉരുത്തിരിയുന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളും നമുക്ക് കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമെങ്കിൽ അത്ഭുതകരമായ പല മാറ്റത്തിനും നമുക്ക് തുടക്കം കുറിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കൊച്ചി നഗരസഭ വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയാണ്.
ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ബ്രഹ്മപുരം പ്ലാന്റിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒത്തിരി സന്തോഷം തോന്നി. അവിടെ മുഴുവനും നല്ല സുഗന്ധം പരത്തുന്ന വെഞ്ചാമരം അവിടെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു പദ്ധതിയൊക്കെ ഇട്ടിട്ടുണ്ട്. നിശ്ചയമായിട്ടും അങ്ങനെയുള്ള ഇടങ്ങളെല്ലാം മനുഷ്യർക്ക് വന്ന് ഒരു പാർക്കുകളാക്കി അവിടെ വന്ന് സമയം ചെലവഴിക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന ടെക്നോളജി ഇന്ന് അവൈലബിൾ ആണ്. അതിലേക്കെല്ലാം നമ്മുടെ ഈ നഗരസഭയും മുന്നേറുന്നു. അതിനെല്ലാം ഗവൺമെൻറ് പ്രോത്സാഹനം കൊടുക്കുന്നു എന്നുള്ളതും വളരെ പ്രോത്സാഹനജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പണ്ട് കാലത്തെ ഈ ഗതാഗതങ്ങളെല്ലാം ചരക്കുകളെല്ലാം കൊണ്ടുപോയിരുന്ന ഈ തോടുകളിലൂടെയൊക്കെയാണ്, കനാലുകളിലൂടെയൊക്കെ. അതിനുവേണ്ടി വെട്ടിയെടുത്തതായ കനാലുകളാണ് പലതും. അതെല്ലാം ഇന്ന് കൊതുകുകളെ വളർത്തുന്ന അവരുടെ വിഹാര കേന്ദ്രങ്ങളായി മാറി. നമ്മുടെ വേസ്റ്റെല്ലാം എറിഞ്ഞ് തള്ളുന്ന ഇടങ്ങളായി മാറി. അതും നവീകരിക്കുവാനുള്ള ചിന്ത എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു അത് വളരെ വേഗത്തിൽ ആ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. നമ്മുടെ ഈ നഗരത്തിലുള്ള എല്ലാ കനാലുകളും ട്രാൻസ്പോർട്ട് യോഗ്യമായി, ഗതാഗത യോഗ്യമായി തീർക്കുവാൻ, അവിടെയുള്ള അശുദ്ധിയെല്ലാം മാറി ശുദ്ധമുള്ള ജലം അതിലൂടെ ഒഴുകുന്ന കാലമുണ്ടാകട്ടെ. ആ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കട്ടെ. അതിന് നമ്മുടെ എത്രയും ആദരണീയനായ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അതിന് പൂർണ്ണത വരിച്ച് വിജയം വരിക്കട്ടെ എന്നുള്ളതായ ആശംസയാണ് എനിക്ക് നേരുവാനായിട്ടുള്ളത്. ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. മുകുന്ദൻ കാട്ടാക്കടയുടെ നെല്ലിക്ക എന്ന ഒരു കവിതയിലെ 2 വരി ആലപിച്ചുകൊണ്ട് ഞാൻ നിർത്താം. നന്മകൾക്ക് നിറം കൊടുക്കുന്ന ഒരു കാലമെന്നുണ്ണി, തിന്മകൾക്ക് നിറച്ച് വർണ്ണചന്തമെന്നുണ്ണി. ഇന്നത്തെ സാമൂഹ്യ തിന്മകളുടെ വർണ്ണാഭമായ ലോകത്ത് നന്മകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ, ഈ സമൂഹത്തെ സജ്ജമാക്കുവാൻ നമുക്കൊരുമിച്ച് പരിശ്രമിക്കാം. ഞാൻ വ്യത്യസ്തമായി കണ്ട ഒരു കാര്യം, ഈ വർഷം സ്കൂളുകൾ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റും പ്രത്യേകാൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും ഒരു കാര്യം പറയുകയുണ്ടായി. പഠനമല്ല പ്രാധാന്യം, അതിനു മുമ്പായി ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മേൽ കഴുകൻ കണ്ണുകളുള്ള സമൂഹം വളർന്നു വരുമ്പോൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടതും ധൈര്യപ്പെടുത്തേണ്ടുന്നതും അവർക്ക് ഒരു കവചമുണ്ടാക്കി കൊടുക്കേണ്ടുന്നതും ഇന്നത്തെ അധ്യാപകരുടെ ഒരു ചുമതലയാണ് എന്നുള്ള തലത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ആദ്യ ദിനങ്ങളിൽ അതിനെതിരെയുള്ളതായ പോരാട്ടം ശക്തമാക്കുവാൻ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനൊരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ ഈ സായം സന്ധ്യയിലെ നല്ല മനസ്സിനെ ദുർബലമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഞെട്ടലോടുകൂടി കേട്ട ഒരു ഉദാഹരണം മാത്രം പറയട്ടെ. 12 വയസ്സുള്ള ഒരു പെൺകുട്ടി പഠിക്കുന്നത് ഗ്രാമത്തിലെ സ്കൂളിലാണ്. ആ കുട്ടിക്ക് വിഷാദം വന്നു. പഞ്ചായത്തിൻ്റെ കൗൺസിലിംഗ് റൂമിൽ അപ്പനും അമ്മയായിട്ട് കൊണ്ടുവന്നു സംസാരിച്ചു. ആ കുട്ടിയുടെ ഡേറ്റാസ് പരിശോധിച്ചു, കുട്ടിയുടെ മുറി പരിശോധിച്ചു. പാരൻസ് ഒന്നും കാര്യമാക്കിയിരുന്നില്ല. എന്നെ അതിശയിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടിയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ 8 സ്കൂളിൻ്റെ യൂണിഫോം ആ കുട്ടിയുടെ കൈവശമുണ്ട്. 8 സ്കൂളിൻ്റെ യൂണിഫോം. അവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഷീസ് എ കാരിയർ അറ്റ് ദ ഏജ് ഓഫ് 12. ആ കുട്ടി യൂണിഫോം വീട്ടിൽ നിന്നും ഇറങ്ങി മാറി അടുത്തുള്ള മറ്റു സ്കൂളുകളിൽ അകത്ത് കയറി ഇത് മറ്റുള്ളവർക്ക് കൊടുക്കും. അവിടെ നിന്നും യൂണിഫോം മാറി വീണ്ടും തിരികെ. ഇത് നടന്ന ഒരു കാര്യമാണ്. ഹൃദയവേദനയോടുകൂടി ഞാനത് കേട്ടിരുന്നു. അത് പങ്കുവയ്ക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഇവിടെ അധ്യാപകരുടെ വലിയൊരു നിര ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ദിശയിൽ ഒത്തിരി വേദനിക്കുന്നവരും ആകുലപ്പെടുന്നവരുമാണ്. പേരൻസായും പേരൻറ്റ് കമ്മ്യൂണിറ്റിയായും അതുപോലെ തന്നെ മനുഷ്യസ്നേഹമുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ കണ്ട് വേദനിക്കുന്നുണ്ട്. സബ്സ്റ്റൻസ് എല്ലാം ഇന്ന് ഈ പറയുന്ന ചോക്ലേറ്റ്സിലും അതുപോലെ തന്നെ കാഡ്ബറീസ്, അതുപോലെ തന്നെ ഈ ചൂയിങ്കം, ഇതുപോലെ സബ്സ്റ്റൻസ് വെച്ചാണ് കൊടുക്കുന്നത്. അത് പല പ്രാവശ്യം നുണയുമ്പോൾ പിന്നെ അത് കുട്ടിക്ക് കിട്ടിയേ മതിയാകും. അങ്ങനെ അഡിക്റ്റാക്കിക്കൊണ്ടാണ് ഈ കുഞ്ഞു കുട്ടികളെ, ഇവർ 8 മുതൽ 12 വയസ്സ് വരെ 10 വയസ്സ് പ്രായമുള്ള കുട്ടികളെ വരെ അങ്ങനെ അതിന് അഡിക്ഷനാക്കിയിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അതുകൊണ്ടാണ് ഞാൻ
തിന്മയെ മഹത്വവൽക്കരിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറുവാനായിട്ട് സാധിക്കും. അവിടെ വിഭാഗീയതകൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. ഒരിക്കൽ കൂടി ഈ അനുഗ്രഹീത കൂടിവരവും എൻ്റെ ബലഹീനതയ്ക്ക് നൽകിയ ഈ വലിയ സമ്മാനവും എൻ്റെ സഭയ്ക്ക് നൽകിയ ആദരവായി മാത്രം ഞാനതിനെ കാണുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ധാരാളം ആളുകളുണ്ട്, ഇത് ഓർഗനൈസ് ചെയ്ത ധാരാളം ആളുകളുണ്ട്. ഇതിൻ്റെ പിന്നിൽ നിന്ന് പേരുകൾ പറയരുത് എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചുള്ള ചില ആളുകളുമുണ്ട്. നിർദ്ദേശം തന്നിട്ടുള്ള പേരുകളൊന്നും പറയുന്നില്ല. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ഗുഡ് ഈവനിങ്.